പ്രോഗ്രാം ചെയ്തിട്ടുള്ള വേദികളിൽ ഏറ്റവും കൂടുതൽ വേദികൾ ചെയ്തിട്ടുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ്, പിന്നീട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ഞാനൊരു മുസൽമാനും പിന്നെ ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹാരാധനയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ചോദ്യം ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തൊഴാറുണ്ടോ, ആ വിഗ്രഹങ്ങളെ തൊഴാറുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറ്. അതിന് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹമോ ഒരു പ്രതിഷ്ഠയോ ഒക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാവാറുള്ളത്. ആ ആരാധനാലയം അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഭക്തജനങ്ങൾ വരുന്നത്. ആ ഭക്തജനങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ കൂടി തന്നെയാണ് ഉത്സവങ്ങൾ ഉണ്ടാവാറ്. ആ ഉത്സവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ഞാനടക്കമുള്ള കലാകാരന്മാർക്ക് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കുന്ന അവസരം കിട്ടുന്നത്. ആ സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ച് കിട്ടുന്ന വരുമാനമാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബത്തിൻ്റെയും അന്നം എന്ന് പറയുന്നത്. അന്നം തരുന്ന ആരോ അതെൻ്റെ ദൈവമാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ദൈവമാണെങ്കിലും അന്നം തരുന്ന ദൈവത്തെ തൊഴുന്നതിനാണ് എനിക്ക് ഒരു മടി.